ഹലോ ഗൈസ്, കുറേ നാളത്തേക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യണത്. ഹരിപ്രിയയുടെ ഗ്രാജുവേഷന് ശേഷം ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളെന്നുള്ളത് ഒരു പ്രത്യേക തരം സ്ഥലത്താണുള്ളത്, പൊട്ട് സ്ഥലത്താണുള്ളത്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യാൻ പോണത്. ഞാൻ പറഞ്ഞ വല്ലതും കേൾക്കാൻ പറ്റുന്നല്ലോ എനിക്ക് അറിഞ്ഞൂടാ. ഇതാണ് സംഭവം. അങ്ങനെ കട്ട ആംബുലൻസ് ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. ആദ്യം ഷോർട്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്, പക്ഷെ സംസാരിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. കുറച്ചെങ്കിലും ഐഡിയ ഉള്ളത് ഹരിപ്രിയൊക്കെയാണ്. ദേ ഇരുന്ന് എന്തോ സാധനം ചെയ്യുന്നുണ്ട്, എന്തോ ഈ സൂപ്പ് ബാക്കി സാധനങ്ങളൊക്കെ ഇവക്കെ അറിയോ. പക്ഷെ കട്ട ആംബിയൻസ് ആണ്, നല്ല ആംബിയൻസ്. കറക്റ്റ് ചൈനയിലെത്തിയ പോലെ ഉണ്ട് കേട്ടോ. ഞാൻ ഇതിനിടയ്ക്ക് വാഷ്റൂമിൽ പോയെടുത്തും വാഷ്റൂമിൽ പോണ വഴിക്ക് വരെ അതേപോലത്തെ ആംബിയൻസ് ആണ്. നമ്മൾ ടേബിൾ ബുക്ക് ചെയ്തിട്ടാണ് വന്നപ്പോൾ എന്താ നമ്മളെ നേരെ കൊണ്ട് ഇരുത്തി. ഇതേപോലത്തെ ഒരു സെറ്റപ്പിലാണ് കൊണ്ടിരുത്തിയത്. സൈഡിൽ ഇങ്ങനെ മെനു കാര്യങ്ങളെല്ലാം ഉണ്ട്. ആംബിയൻസ് ഉണ്ടോ, തൊട്ട് ആംബിയൻസ് ഉണ്ടോ, ഫുള്ള് കട്ട പൈപ്പ്. സോ ഇത്രയും സാധനങ്ങൾ വന്നിട്ടുണ്ട്. അതെ, ടേബിളിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇനി സാധനങ്ങൾ എടുക്കാണ്ട് എടുത്തിട്ടില്ല. ഇത് ഇത്രയും അവർ കൊണ്ടുവച്ചതാ. നൂഡിൽസ്, ഈ സാധനം ഇത്രയും അവൾ എടുത്തിട്ട് വന്നു. ബാക്കി ഇത്ര ആയിട്ടുണ്ട്. വെജീസൊക്കെ ഇനി പോയി എടുക്കാണ്ട്. നമ്മുടെ ഇൻസ്റ്റന്റ് നൂഡിൽസ്, ഇത് തിൻ നൂഡിൽസ്, ഇത് മറ്റേ ഗ്ലാസ് നൂഡിൽസ് ആണ്. അറിയാം, ട്രാൻസ്പെറന്റ് ആയിട്ടിരിക്കും കുക്കായി കഴിയുമ്പോൾ. ചെറുക്കൻ വലൻ്റായി തുടങ്ങി, കാരണം ചെറുക്കന് പറ്റിയൊന്നും ഇവിടെ ഇല്ല. ഹരിപ്രിയ പോയി കുറച്ച് വെജീസും അങ്ങനത്തെ എന്തൊക്കെ സാധനങ്ങൾ അവൾ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിലൊന്ന് ഇത് എന്തോടി ഡംപ്ലിങ്സ് അല്ലേ? ഇത് പോർക്ക് ഡംപ്ലിംഗ്, ഇത് ചിക്കൻ സിലാൻഡ്രോ മീറ്റ് റോൾ, ഇത് നമ്മളുടെ ചൈനീസ് പ്ലേറ്റസ് ആണ്. ഓക്കെ, പിന്നെ ഈ സാധനം ഇത് നാപ്പ ക്യാബേജ്, ഇത് ബ്രോക്കലി, ഇത് അത് വന്നിട്ട് പോർക്ക് സോസേജ് ആണ്. ഇതൊരു മഷ്റൂം, ഇത് ഓറഞ്ച് സ്റ്റിക്ക് വന്നിട്ട് ക്രാബ് സ്റ്റിക്ക്. ഇത് ഈ സോസോ? സോസിൽ ഒന്ന് ഓയിസ്റ്റർ സോസ് ആണ്. ഓയിസ്റ്റർ സോസിൽ ഞാൻ കുറച്ച് ചില്ലീസ് കൂടുതൽ ആഡ് ചെയ്തു, പ്ലസ് സിസൈൻ സീഡ്സ് ആഡ് ചെയ്തു. പിന്നെ ഉള്ള അതെന്തോ ഒരു ചൈനീസ് പേരാണ് ഒരു സോസിന്. ഇതില് സിസൈൻ ഓയിൽ വിത്ത് ചില്ലി ഓയിൽ. ഇത്ര സാധനമാണ് അവൾ പോയി എടുത്തിട്ട് വന്നത്. ഇതിൻ്റെ ഒന്ന് 7 ഇലത്ത് നമ്മൾ അറിവെത്തിയിട്ടില്ല, അവക്കെ അറിയുള്ളൂ. പക്ഷെ എല്ലാ സാധനവും ടേസ്റ്റ് ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്. അതെ, ഇത് ബൊഫേ പോലത്തെ സെറ്റപ്പ് കൂടെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് വന്ന് എടുക്കാം. അപ്പോൾ ഇത് എന്തോ സ്റ്റേഷൻ? സോസ് സ്റ്റേഷൻ. ഇതൊക്കെയാണ് സോസ് സ്റ്റേഷനിലുള്ളത്. നമുക്ക് ആവശ്യത്തിന് ഉണ്ടാക്കിയെടുക്കാം സോസ്. ഇതെന്തത്? അത് എന്തിൻ്റെ കാലാണ്? അങ്ങനെ കോഴിക്കാല്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് ഉള്ള സാധനങ്ങൾ എടുത്ത് നമുക്ക് ഉണ്ടാക്കാം. ഇതിൽ നിന്ന് ഇതൊക്കെ എടുത്താണ് അവൾ നേരത്തെ ഉണ്ടാക്കിയിട്ട് വന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഇത് അടുത്ത ബൊഫേ ഏരിയ ആണ്. ഇത് കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ. വിഷയം ഇവിടെ നിന്നാണ് അവൾ ബാക്കി നൂഡിൽസ് വെജീസ് എല്ലാം എടുത്തിട്ട് വന്നത്. ഇത്രയും ഉണ്ട്. ഇവിടെ മറ്റേ കോക്ക് സാധനങ്ങൾ ഇതാണെന്ന് തോന്നുന്നു, പല ടൈപ്പ് നൂഡിൽസ്. ഇതിൽ നമ്മൾ ഇതെടുത്തു, പിന്നെ വേറെ അതൊരു സാധനം കൊണ്ട് ഇതാണ് എടുത്തത്. കുറെ ഐറ്റം ഉണ്ട് കേട്ടോ. ഡംപ്ലിങ്സ്, വെജീസിന്റെ സെക്ഷൻ, മഷ്റൂമാണ് ഇതൊക്കെ. പിന്നെ ഇതാണ് സ്റ്റാർട്ടേഴ്സ്. റൈസ് എടുത്ത് തീർന്നില്ല, എടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ക്ലാംസ് എടുക്കുക, മസിൽസ്. അതെ, മസിൽസ്. സോ ഇത് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോപ്പ് സ്റ്റിക്ക് യൂസ് ചെയ്യാൻ അറിയില്ല, എന്നാലും ഒരുവിധം ഇതിങ്ങനെ എടുക്കുക. ഇതാണ് സൂപ്പ്. അഖില് പറഞ്ഞു വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇട്ടാൽ മതി, തിരിച്ചു കയറി വരുമെന്നാണ് പറയുന്നത്. നല്ല ചൂടാണ് കേട്ടോ സാധനം. എടുക്കുക, അതായെന്ന് തോന്നുന്നു. സെറ്റപ്പ്. ഇത് തന്നെ റിപ്പീറ്റ്. കൊള്ളാം. സോ വന്നിട്ട് 1 മണിക്കൂർ ആയതേ ഉള്ളൂ. ഏകദേശമൊക്കെ ഇപ്പം തന്നെ തീരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. അഖിൽ കണ്ട, അഖിലിപ്പോ പിന്നെ അതണ്ട കഴിക്കേണ്ട രീതി ഇപ്പോഴാണ്. അതെ, ഇപ്പോഴാണ് ഹരിപ്രിയ ആക്ച്വലി കഴിക്കേണ്ട രീതി പറഞ്ഞത്. ഇത് സാധനം ഇതിലിട്ടിട്ട്
നേരെ നമ്മൾ പ്ലേറ്റിലല്ല എടുക്കേണ്ട, പയ്യ ബൗളിലാക്കിയിട്ട് ബൗളിൽ നിന്നാണ് നമ്മൾ കഴിക്കേണ്ടത്. ബൗൾ അങ്ങോട്ട് കൊണ്ടുപോകും. പാവം ചെറുക്കെ. സോ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ പയ്യെ ഇറങ്ങുകയാണ്. ഈ എന്താ ഇവിടെ ഉണ്ട്, ഈ ഉറക്ക ക്ഷീണമൊക്കെ ആയി തുടങ്ങി. പെർ പേഴ്സൺ $34 എന്തോ ആണ്, ടോട്ടൽ 100 സംതിങ് എന്തോ വന്ന് ടാക്സ് എല്ലാം കൂടെ ചേർത്തിട്ട്. അങ്ങനെ വേറെല്ലാം ഫുള്ളായി പയ്യെ ഇറങ്ങുകയാണ്, നേരെ വീട്ടിലോട്ടാണ്. ഇത് സ്കാർബ്രോയിലാണ് സ്പോട്ട്, ഞാൻ ലൊക്കേഷൻ ടാഗ് ചെയ്തേക്കാം. വേറെ പരിപാടിയൊന്നുമില്ല, പയ്യെ ഇറങ്ങുകയാണ്. സി യു, ബൈ ബൈ.